ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ടൈം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ രാവിലെ തന്നെ എന്താ പതിവില്ലാണ്ട് വ്ളോഗൊക്കെ ആയിട്ടെന്ന്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ബാഗൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. വേറെയും ഒരുപാട് പേരുണ്ട്. ഈ ബസ് എടുക്കാനായിട്ടില്ല, ഞാൻ വെയിറ്റ് ചെയ്തു. ഓൾറെഡി ഞാൻ ലേറ്റാണ്. അപ്പോൾ ആളുകളൊക്കെ കയറി തുടങ്ങുന്നേ ഉള്ളൂ. ഇത് ഫുള്ളായതിൻ്റെ ശേഷം നമുക്ക് ബസ്സൊക്കെ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകണേ എന്താണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ട്രിപ്പ് പോവാണ് ഗായ്സ്. എങ്ങോട്ടാ? നമ്മുടെ ഗേൾസുമായിട്ട് നമ്മളെ ജിമ്മിൽ നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടോട്ടി പോവുകയാണ്. അപ്പോൾ സ്റ്റിൽ വെയിറ്റിംഗ്. ആ വണ്ടി ഇതില്ല, വണ്ടി നമ്മൾ 7 o'clock പറഞ്ഞിട്ടുള്ളത്. ക്ലയൻസ് ഒക്കെ എത്തുന്നേ ഉള്ളൂ. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്നതൊരു ഈ ഒരു ട്രിപ്പ് മൂഡിൽ വേണ്ടിയിട്ട്. കാരണം കുറേ നാളത്തെ ഞങ്ങൾ ആഗ്രഹമാണ്. ഞങ്ങളെ ജിമ്മിൽ ഫസ്റ്റ് ട്രിപ്പാണ്. സോ ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് വഴിയെ ബാക്കിയെല്ലാം കാണാം. ഓക്കെ, ഞങ്ങൾ ഇന്ന് ബ്ലാക്ക് ഒക്കെ ഇട്ടിക്കണേ. എങ്ങനെയുണ്ട് ഗായ്സ്? ഇതാണ് ഗായ്സ് ഞങ്ങളുടെ ജിമ്മ്. ദിസ് ഈസ് മൈ ബാഗ്. ഓരോരുത്തർ കയറി വരുന്നുണ്ട് ഗായ്സ്. 7 മണിയാകുമ്പോഴാണ് കേട്ടോ ഞങ്ങളൊക്കെ പോവാം. ഇതെന്തൊക്കെയുണ്ട് സൗമ്യത്തില്? ഓ, എനിക്ക് എന്തായാലും സ്വിം ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ സ്വിമ്മിംഗ് കോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ 2-3 പേരും കൂടെ വന്നിട്ടുണ്ട്. അവരുടെ ലഗേജസൊക്കെയാണ് കേട്ടത്. അവരൊക്കെ എന്നെക്കാൾ കൂടുതൽ ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇതിലൊക്കെ ഉണ്ടാവും വലിയ വലിയ ബാഗ്. പക്ഷെ എൻ്റെ ബാഗ് നോക്കിയൊക്കെ സ്മോൾ ബാഗ്. അങ്ങനെ എല്ലാവരും വന്നിട്ട് ഞങ്ങൾ പോകും. എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഗൈസ്? കൊള്ളാവോ? വ്യൂല്ലേ നോക്ക്. ഗേൾസ്, അങ്ങനെ ഞങ്ങൾ ട്രാവലർ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോവാണ് ഗേൾസ്. ആർ യു എക്സൈറ്റഡ്? വെരി മച്ച്. പുതിയ ക്യാപ്പൊക്കെ ഇന്നലെ ഇറക്കിയിരിക്കണം കേട്ടോ. ഇന്നലെ ഒരു ക്യാപ്പ് പോലും എടുത്തിരുന്നു. ഇവിടെ എന്താണ് ഹാപ്പി മങ്കി അതുപോലെയാണ് പൈസ എടുത്തത്. അവസാനം പിന്നെയാണ് ആളത് വായിച്ചു നോക്കിയത്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗായ്സ്. ശബാ, ഹായ്. അങ്ങനെ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മളെ ട്രാവലർ എത്തിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യുന്നത് വേറെ ആരില്ല, 2-3 പേരും കൂടെ എത്താനുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാട്ടിൽ മാള്. നമ്മുടെ ജിമ്മ് വരുന്നത് 2nd ഫ്ലോറിലാണ്. അപ്പോൾ നമ്മുടെ വളാഞ്ചേരി ഭാഗത്തുള്ളവർ എന്തായാലും മസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ലഗേജസൊക്കെ ബാക്കിലാണ് കേട്ടോ വെക്കുന്നത്. കാരണം ഫ്രണ്ടിലൊന്നും അങ്ങനെ സ്ഥലമില്ല, ട്രാവലർ ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം പറ്റുന്ന അത്രയും നമ്മൾ ബാക്കിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രിപ്പ് പോവുകയാണ്. ഒരു സിമ്പിൾ ട്രിപ്പാണ്, സ്മോൾ ട്രിപ്പാണ്. സോ യു ഗൈസ് ആർ എൻജോയിങ് അവർ വ്ളോഗ്. ലിപ്സ്റ്റിക് ഇടുന്നു ഗൈസ്. നമ്മളിപ്പോൾ അവിടെ എത്തിയില്ല. ഇപ്പൊ ഒരു പമ്പില് കേറിയിട്ടാണ്. ഹായ്, എല്ലാവരും നിൽക്കണം. എല്ലാവരും നിൽക്കൂ.
ഗായ്സ്, അപ്പോൾ നമ്മൾ ഓൺ ദി വേ ആണ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടില്ല. അവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങളിവിടെ എത്തിയോണ്ട് ഞങ്ങളിവിടെ എയർപോർട്ടിൽ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും നടക്കുകയാണ്. അതിൻ്റെ വ്യൂ കാണിച്ചു നോക്കി. ഗേൾസ് ഓൺലി പവറാണ്. സുമോൾ ഞങ്ങളെ സെക്കുമോൾ പിള്ളേർ ബാക്കിലുണ്ട്. വിമാനം ഒച്ചയൊക്കെയുണ്ട്, പക്ഷെ വിമാനം കാണുന്നില്ല. അവിടെ വിമാനം എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ഇതാട്ടെന്റെ പിള്ളേരെ പോക്കുണ്ടല്ലോ മണ്ടേ ഉള്ള വീട്ടിലേക്ക്. ട്രക്കിങ്ങിന് പോവാണ്. ഫർസാന ഭുവനൻ ചന്ദ്ര. അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഗ്രീനറ എന്നാണ് കേട്ടോ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മുടെ കൊണ്ടോട്ടിയാണ് വരുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് കാണാം. നല്ല അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്നത് കണ്ടറിയാം. ഓക്കെ, അടിപൊളി കേട്ടോ സംഭവം. വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് ഗൈസ്. ഹായ് നസിമോ. എല്ലാവരും വെള്ളം മേടിച്ചോളൂ കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ആണോ? ഇത് ഇവിടെ തന്നെ ഉണ്ടായതാന്നല്ലേ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗ്രീനറയ്ക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഗ്രീനറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊരു റിസോർട്ടോ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റോ പാർക്കോ ഒന്നുമല്ല. പബ്ലിക്കിന് എൻട്രി ഉള്ള സ്ഥലമല്ല. അതുപോലെ ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് വരാൻ പറ്റുന്ന സ്ഥലമല്ല. ലിമിറ്റഡ് ആയിട്ട് നമ്മൾ മന്ത്ലി ട്രോപ്പിക്കൽ വാക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാം നടത്തും. അതും ഈ 30 പേരുണ്ട് എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അനുവദിച്ചത്. അല്ലെങ്കിൽ 25 മാക്സിമം. 20 ഞങ്ങൾ അനൗൺസ് ചെയ്യുന്ന ട്രോപ്പിക്കൽ വാക്കിന് 20 രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. മന്ത്ലി ആകെ 2 ദിവസം 3 ദിവസമേ ഉള്ളൂ. മാക്സിമം 2 ദിവസം ഇപ്പോൾ ഉണ്ടാവാറുള്ളൂ. എല്ലുണ്ടല്ലോ ഭയങ്കര സ്ട്രോങ് കട്ടിയാണ്. നമുക്ക് മുറിക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് ഉണ്ടാവും. അത് കളഞ്ഞതിന് ശേഷം നമുക്ക് പാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ചെടിയാണ്. ഇപ്പൊ നമുക്ക് നട്ടിട്ട് അധികം നാളായിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ. കമണ്ടലു വെള്ളം കുടിക്കാനും അതിനൊക്കെ അല്ല. നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വോള് നമുക്ക് റെഡ് കളറായിരുന്നു. ഈ വോളിൽ നമുക്ക് എങ്ങനെ ഗ്രീൻ ആക്കി മാറ്റാമെന്നുള്ള അതിന്റെ ഒരു പ്ലാനിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് വെച്ചത്. ഇപ്പൊ ഒരു 6 വർഷമായിട്ടുണ്ട്. ഇതിന്റെ ആകെ നമ്മുടെ വീട്ടിൽ ചോദിക്കണ്ടേ?
പിന്നെ ഈ കാണുന്നുണ്ടല്ലോ ഈ വോള് നമുക്ക് എങ്ങനെ നമുക്ക് ഒരു ഗ്രീനറി ആക്കി മാറ്റാം എന്നുള്ളതിന്റെ ഒരു പ്ലാനിൽ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വോളുണ്ടോ ഈ വോളിലെല്ലാം നമ്മൾ ഹോൾസ് ഇട്ടു. അത് ഫീലോട്ടോ ഇതുപോലെ നമ്മൾ ഹോൾസ് ഇട്ടു. ഹോൾസ് 6000 ഹോൾസ് നമ്മൾ ഈ ഇവിടെ മുതൽ ആ സ്റ്റെം വരെ. ഇതാണ് നമ്മുടെ ടീ സ്പോട്ട്. ഇവിടെ പോയിട്ടാണ് ഗൈസ് നമ്മൾ ടീ ഒക്കെ കുടിക്കാൻ പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട് ഗൈസ്. ഇതാണ് കേട്ടോ നമ്മുടെ കഴിക്കാൻ പോകുന്ന സ്നാക്സ്. വോയിസ് ഓവറൊക്കെ നമുക്ക് പിന്നെ കൊടുക്കാം. പ്ലേറ്റ് ഇവിടെയാണ്. അതെ അതെ മധുരമില്ലാത്ത കട്ടൻ ചായ അടിപൊളി, രക്ഷയില്ല. നല്ല അടിപൊളി ചമ്മന്തി ഒക്കെ ഉണ്ട്, ടീ ഉണ്ട്, സെറ്റ് സാധനം. ഗൈസ് നമ്മൾ എത്ര കിലോമീറ്റർ നടക്കണം? 4 kilometers. നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ 4 കിലോമീറ്റേഴ്സ് നടക്കാനുണ്ട്. നല്ല അടിപൊളി വൈബാണ് കേട്ടോ ഈ സ്ഥലം. പോയിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ്. പിന്നെ അതുപോലെ നല്ല വെള്ളത്തിൽ മാത്രമേ പക്ഷികൾ വന്നിട്ട് വെള്ളം കുടിക്കുള്ളൂ. അത് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓരോ ടൈമിൽ, അതായത് മോർണിംഗ് സമയത്ത് അതുപോലെ ഈ ഈവനിങ് സമയത്തൊക്കെ പക്ഷികൾ വന്നിട്ട് ഇവിടെ നിന്ന് കുളിക്കലൊക്കെ ഉണ്ടാവും. ഇവിടെ നിന്ന് കുളിക്കലും അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കഴിക്കലും എല്ലാം നടത്തിയിട്ടാണ് പോകുന്നത്. കാണാനായിട്ട് നമുക്ക് ചെറിയൊരു കോഴി 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 കുഞ്ഞുട്ടിയാക്കാ കളിക്കണ നമ്മള് ഏറുമാടത്ത് കേട്ടില്ല. ടോയ്ലറ്റ് ഓപ്പൺ ഏരിയ ടോയ്ലറ്റ്. പോയതല്ലേ? അയ്യോ ഭയങ്കര രസമായിരുന്നു ചെറിയ കുട്ടികളാകുമ്പോ. എടി ഇത് ചളിയാ? മഡ് ബാത്തില് മഡാണോ? ഹേ ഗായ്സ്, നമ്മളെ പ്രഷർ വാഷ് ചെയ്ത് ഒരു യോട്. ഹായ് ഗായ്സ്. ഹായ് ഗായ്സ്, യൂട്യൂബ് ചാനൽ. ചളി കാട് വൈബാണ്. എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിറങ്ങണേ. ഇവിടെ ശ്രദ്ധിച്ചിറങ്ങണേ. കാട് കാട് നോക്കുന്നുണ്ടോ? എക്സ്പെർട്ട് ഒന്നും ഇല്ല കൂടെ. എക്സ്പേർട്ട് ഇല്ലായിട്ടല്ല, നമ്മളെ ഡ്രസ്സും കംഫർട്ടാണ്. നമ്മളെ മൂട് പോകില്ല. ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയല്ലേ? സൗമ്യ ശ്രദ്ധിച്ചിട്ടാ. ശ്രദ്ധിക്കണട്ടോ. അവിടം വരെ കയറാൻ പറ്റും. അവിടം വരെ ഓക്കെ. വഴി അങ്ങോട്ടാ.
നല്ലപോലെ കൈ വലക്കണം. ഇതാണ് നമ്മുടെ സെക്കിമോൾ. അങ്ങനെ നമ്മൾ നടന്ന് ഒരുവിധം എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെയൊക്കെ നമുക്ക് നടന്നിങ്ങനെ കാണാനുണ്ട്. ഒട്ടും വയ്യ. പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടെ ആകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടൊന്നും ഫീൽ ആവുന്നില്ല. പിന്നെ ക്ലിയർ ഒന്നും അത്രത്തോളം പ്രതീക്ഷിക്കണ്ട കേട്ടോ, കാരണം ഫുള്ള് മരങ്ങളൊക്കെ കൂടെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ അത്രയും ക്ലിയർ ഒന്നും ഉണ്ടായിരിക്കില്ല. അയ്യോ എങ്ങനെയുണ്ട്? അടിപൊളി. നോക്കാം, നമുക്കും കയറി നോക്കാം ഗായ്സ്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. വാവ്, നൈസ്. എത്ര വ്യൂ കാണാൻ മറ്റാൾക്ക് ഇത് മുകളിൽ എന്താലോ എന്താ രസല്ലേ. നല്ല വൈബുണ്ട്. നല്ല കണ്ണാണ്. നല്ല അടിപൊളി ഫിഷ് സ്പാ. പക്ഷെ ഫിഷ് ഇല്ല ഗൈസ്. ഉണ്ട്, അവിടെ ഉണ്ട് ഗൈസ്. കുറച്ച് പേര് ഇതായിരിക്കുന്നു, കുറച്ച് പേര് അവിടെ ഉണ്ട്. നല്ലൊരു എനിക്ക് ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താ ഇപ്പൊ ഇതുവരെ കണ്ടതിൽ? അടിപൊളിയാണ്. നമ്മുടെ ബിസി ലൈഫിൽ നിന്ന് ഇത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ്. പിന്നെന്താ, പിന്നെ നമ്മൾ കാണാത്ത പണ്ട് കണ്ടിരുന്ന കുറേ മരങ്ങളൊക്കെ നമ്മളിപ്പോഴാണ് പിന്നെ കാണുന്നത്. കുറേ ചെടികൾ, മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ് ആവുന്നൊരു പ്ലേസ്. മീൻസ് എനിക്കിഷ്ടം അങ്ങനെയല്ലേ, വെള്ളവും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ എൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടെ വിശ്രമിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടികളൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്യാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ബാക്കി ആക്ടിവിറ്റീസൊക്കെ വരുന്നത്. ആ സമയത്ത് അവിടെ എന്ത് ചളിയാ? നോക്കണ്ട ഗൈസ്, ഇത് ഞാൻ തന്നെയാണ് കേട്ടോ ഈ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ വിചാരിക്കും നല്ല ഈസിയാണെന്ന്, പക്ഷെ നല്ല ടാസ്ക് ആയിരുന്നു. എന്നാലും ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇത് പഠിച്ചേ അടങ്ങുന്നുള്ള വഴിയിൽ ഞാൻ കുറേയൊക്കെ ഞാൻ തന്നെയാണ് സെറ്റാക്കി പോന്നിരുന്നത്. വീഡിയോ കേട്ടോ. ഒന്ന് പിടിക്കും, ആരെങ്കിലും പിടിച്ച് ടൈറ്റ് ഗേൾസ്, അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മഡ് ബാത്ത്, സ്വിമ്മിങ് ഒക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്തു, ഇനി ഫുഡ് കഴിക്കാം. ഇതെന്താ? പറ്റുമല്ലോ, നടക്കുമോ? ഗംഭീരം, ഗംഭീര ഫുഡ്. പായസം അടിപൊളിയല്ലേ?
ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഞങ്ങളൊരു കുറച്ച് നേരം വിശ്രമിക്കാൻ പോവാണ് ഇവിടെ റൂമിൽ. അപ്പം നമുക്കൊന്ന് കിടക്കാം ഗൈസ്. ഞങ്ങൾ മഡ്ബാത്ത് പോവാണ്. വർത്താനം കേട്ടോ വല്ല ചോക്ലേറ്റ് ഒക്കെ കഴിക്കാൻ പോണോ? ചളി കളിക്കാനാണ് പോണു ഗൈസ്. ചളി മറ്റ് the natural way to rejuvenating our body. എന്താണ് the natural way to rejuvenating our body. It's mud bath. ഇംഗ്ലീഷ് തന്നെ ഉള്ളൂ കേട്ടാ. എന്തത് ചേച്ചി വേറെ വൈബിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. മണ്ണിലിരുന്നിട്ട് ഇവര് തലയില് അടിപൊളി കെട്ടി മഡ് ബാത്ത് പോവാണ് ഗായ്സ്. ഞങ്ങൾ ഈ ചളിയിലാണ് കേട്ടോ കുളിക്കാൻ പോകുന്നത്. വെള്ളത്തിലിറങ്ങുന്നതൊക്കെ കണ്ടിട്ട് ഇങ്ങടെ വിചാരിക്കുന്നുണ്ടാവും അവർ നന്നായിട്ട് നീന്തുന്നു. അത് കൂട്ടിട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഒറ്റ ഒന്നും നീന്താൻ അറിയില്ല. പക്ഷെ എങ്കിലും ഞങ്ങൾ സ്വിമ്മിങ് കോട്ടൊക്കെ ഇട്ടിട്ട് ഫുൾ ആർമാദിക്കലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ ലാസ്റ്റ് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ് ഗായ്സ്. ഇപ്പം ടൈം എത്രയായി? 5:40 അപ്പോൾ ഞങ്ങൾക്കൊരു പഴംപൊരി കിട്ടി, ചായ കുടിക്കുകയാണ്. ഞങ്ങൾ ഇത് കഴിഞ്ഞ് പോവാണ്. എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അതിനുശേഷം ഫീൽ വന്നിട്ടുള്ളത് നമ്മുടെ ഉള്ളേരിയയിലൊക്കെ ഉള്ള ഒരു കാട് പോലത്തെ ഒരു സ്പേസ്. പക്ഷെ കുളമൊന്നും ഉണ്ടത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ കണ്ടപ്പോ ഒരു കുളമില്ലല്ലോ, വേറെ ഒരു എക്സ്പീരിയൻസ്. എല്ലാരും നന്നായി എൻജോയ് ചെയ്തു. അത് ഞങ്ങൾക്കും അത് മനസ്സിലായി. ഈ സൈഡിലേക്ക് പോരിട്ടാ നീ ലൈറ്റിനടുത്ത് കൊടുക്കാൻ പോയോ? മോട്ടർ ഗൈസ്, വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ് എ ഡേ. എന്താ അടിപൊളിയായിരുന്നില്ലേ? ചായയൊക്കെ കുടിച്ചു. എക്സ്പെക്ടേഷനേക്കാളും അടിപൊളിയായിരുന്നില്ലേ റിയാലിറ്റി? പിന്നെ നല്ല അടിപൊളി പ്ലേസാണ്, ഭയങ്കര കാം ക്വയറ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രാവൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.